കിളി. കഥ കഥ പൈങ്കിളി. ബ്രഹ്മാവിന്റെ പുത്രനാണ് മരീചി. മരീചിയുടെ മകൻ കശ്യപ പ്രജാപതി. കശ്യപൻ അദ്ദേഹം ദക്ഷപ്രജാപതിയുടെ 8 പുത്രിമാരെ വിവാഹം ചെയ്തു. അവരിൽ ഒരാളാണ് താമ്ര. താമ്രയ്ക്ക് 5 പെൺമക്കളുണ്ടായി. 5ാമത്തെ പുത്രിയാണ് ശുഗി. ശുഗിയുടെ മകളാണ് കിളി. കിളികൾ പലതരമുണ്ട്. തത്ത, മൈന, പഞ്ചവർണ്ണക്കിളി, അങ്ങനെ 100 വിധമുണ്ട്. അഗ്നിദേവന് ശിവനെ പേടിയായിരുന്നു. അപ്പോൾ ശുഗിയുടെ മകളായ ശാരിയാണ് നമ്മുടെ ആചാര്യന്റെ കിളി. കിളികൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞതും ഒരു കഥയാണ്. ഒരിക്കൽ ശ്രീപാർവതിയും പരമശിവനും കൂടി സുഖവാസത്തിനു പോയി. അവരെ കാണാഞ്ഞ് ദേവന്മാർ പരിഭ്രമിച്ചു. അവർ അദ്ദേഹത്തെ തിരയുവാനായി അഗ്നിയെ ഏൽപ്പിച്ചു. അഗ്നിദേവന് ശിവനെ പേടിയായിരുന്നു. ദേവന്മാരും മനുഷ്യരും സകല ജീവജാലങ്ങളും ഒത്തുകൂടി നിർബന്ധിച്ചപ്പോൾ അഗ്നിദേവൻ കടലിൽ ഒളിച്ചു. കടലിലെ ജീവികൾ ചൂട് സഹിക്കാതെ അഗ്നിയെ അവിടുന്ന് പോവാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം ഒരു കാട്ടിൽ ഒളിച്ചു. കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഭയന്നു. സൂര്യനെ അന്വേഷിച്ചു വന്ന ദേവകളോട് കിളികൾ അഗ്നിയുടെ ഒളിവിന്റെ രഹസ്യം പറഞ്ഞു. കോപിഷ്ഠനായ അഗ്നി കിളികളുടെ നാവുകൾ ഉള്ളോട്ട് മടങ്ങട്ടെ എന്ന് ശപിച്ചു. കിളികൾ ഊമകളായി. കിളികൾ ദേവേന്ദ്രന്റെ സഹായത്തോടെ അഗ്നിദേവനെ കണ്ട് ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അപേക്ഷിച്ചു. കിളികളെ വിളിച്ച് വരം കൊടുത്തു. നിങ്ങൾ മധുരമായി സംസാരിക്കുക. നിങ്ങളുടെ പാട്ടുകേട്ട് പ്രഭാതങ്ങൾ വിടരും. ഭക്തിയുണ്ടാകും. കേൾവിക്കാർക്ക് ആനന്ദമുണ്ടാകാം. അതാണ് ശാരിക പൈങ്കിളി. തുഞ്ചപ്പറമ്പിലെ തത്ത അവിടത്തെ കാഞ്ഞിക്കൊമ്പിലിരുന്ന് കിളി രാമായണം കഥ പാടിയത് കേട്ട് കാഞ്ഞിരയിലയിലെ കയ്പ് മധുരമായി എന്നാണ് പറയുന്നത്. കാശിരാജ്യത്തെ ഒരു വനത്തിൽ ശക്തനായ ഒരു വേടൻ താമസിച്ചിരുന്നു. വിഷം പുരട്ടിയ അമ്പുകളാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കൽ വേടൻ അമ്പെയ്ത് വൃക്ഷങ്ങളെയൊക്കെ ഉണക്കി. വനത്തിലെ ഒരു വലിയ ആഞ്ഞിലി മരത്തിന്റെ പൊത്തിൽ ഒരു കിളി താമസിച്ചിരുന്നു. വേടൻ എയ്ത അമ്പിന്റെ വിഷമേറ്റ് ആഞ്ഞിലിക്കും ഉണക്കം ബാധിച്ചു. അടുത്തുള്ള മരത്തിലെ കിളികൾ വിഷബാധ ഭയന്ന് പറന്നുപോയി. ജനനം മുതൽ ഇതേ കൂട്ടിലായിരുന്ന കിളി വൃക്ഷകോടാരത്തെ മാതൃഭൂമിയായി കരുതി മരിച്ചാൽ മരിക്കട്ടെ എന്ന് കരുതി കിളി അവിടെ തന്നെ ഇരുന്നു. ഇതുകണ്ട് ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷമെടുത്ത് കിളിയുടെ വാസസ്ഥലത്ത് ചെന്നു. വൃക്ഷം ഉടനെ കരിഞ്ഞു വീഴുമെന്നും ഇവിടം വിട്ടു പോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന പോലെയാണെന്നും കിളിയെ പറഞ്ഞു മനസ്സിലാക്കി. തന്നോട് സംസാരിക്കുന്നത് സാക്ഷാൽ ദേവേന്ദ്രനാണെന്ന് കിളി മനസ്സിലാക്കി. അവൾ പറഞ്ഞു, ഈ വൃക്ഷവും ഈ പൊത്തും എന്റെ ജന്മസ്ഥലമാണ്. അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല. മരണമാർക്കും ഒരു ദിവസം സംഭവിക്കാനുള്ളതാണ്. കിളിയുടെ ദേശസ്നേഹം കേട്ട് ദേവേന്ദ്രൻ സന്തുഷ്ടനായി. അദ്ദേഹം കിളിയെ അഭിനന്ദിച്ചു. അവളെ വിഷ്ണുലോകത്തേക്ക് തന്റെ കൂടെ കൊണ്ടുപോയി.